1960കളുടെ ആദ്യം തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുമായി രാമു കാര്യാട്ടനെ പലയിടത്തും കാണാറുള്ളതായി സുഹൃത്തുക്കൾ ഓർമ്മിക്കുന്നു. ചെമ്മീൻ കാര്യാട്ടിൻ്റെ വലിയ സ്വപ്നമായിരുന്നു. എണ്ണമറ്റ യാതനകൾക്കും അലച്ചിലുകൾക്കും ഒടുവിൽ അദ്ദേഹം തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഫെബ്രുവരി 1 തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ ഗ്രാമത്തിൽ അധികാരി കുഞ്ഞയ്യൻ്റെയും കാർത്തിയായനിയുടെയും ഏകമകനായി രാമു ജനിച്ചു. ചരിത്രമുറങ്ങുന്ന ചേറ്റുവ മണപ്പുറവും കനോലിക്കനാലും രാമുവിൻ്റെ ബാല്യകാല കാഴ്ചകളായിരുന്നു. ഏങ്ങണ്ടിയൂരിനടുത്തുള്ള ശ്രീനാരായണ സ്കൂളിലായിരുന്നു രാമുവിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അന്ന് സഹപാഠിയായിരുന്ന റഹ്മാൻ സേട്ട് രാമുവിനെ ഓർക്കുന്നു. പിന്നെ ഇവിടെ ശ്രീനാരായണ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും അവിടെ പഠിച്ചു. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒന്ന് വിട്ടുപോയി. പിന്നെ കാര്യമായിട്ട് ഇവിടെ തിരുത്തല്ലൂർ അമ്മയുടെ വീട്ടിൽ കല്യാണിയുടെ വീട്ടിലാണ് താമസം. അങ്ങനെ കനശങ്കര ഹൈസ്കൂളിൽ പോയി പഠനം തുടർന്ന്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കാര്യാട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി. ചേറ്റുവ മണപ്പുറത്ത് ആദ്യം ചെങ്കൊടി പിടിച്ചവരിലൊരാൾ കാര്യാട്ടായിരുന്നു. ഞങ്ങൾ വരുന്നു നിങ്ങളുടെ പാദം പിന്തുടരാൻ രക്തക്കൊടിയുടെ തണലിൽ വിടരും വർഗവികാരം സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. പിന്നീടാണ് കാര്യാട്ട് തൃശ്ശൂരെത്തുന്നത്. തൃശ്ശൂർ വെച്ച് ശോഭന പരമേശ്വരൻ നായരുമായി പരിചയപ്പെട്ടതിന് ശേഷമാണ് സിനിമാ രംഗത്തേക്ക് മൂപ്പർ കാലുന്നാൻ ഇടയായത്. അവിടെ മൂപ്പർ പ്രധാന ആസ്ഥാനം പരമേശ്വരൻ നായരുടെ സ്റ്റുഡിയോ ആയിരുന്നു, ശോഭന സ്റ്റുഡിയോ. അവിടെ ധാരാളം സുഹൃത്തുക്കൾ വരും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് സിനിമാ പ്രസിദ്ധീകരണം ഒന്ന് തുടങ്ങണം എന്നുള്ള നിലയ്ക്ക് സൗണ്ട് മാസിക തുടങ്ങിയത്. അതിന് വായിക്കാൻ നല്ല വിഭവം ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ കച്ചവട തന്ത്രം അറിയാത്തതുകൊണ്ട് ഈ ഏജൻറ്റുമാരൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും, പൈസ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് അത് കുറച്ച് ലക്കങ്ങൾ കഴിഞ്ഞപ്പോൾ നിർത്തേണ്ടി വന്നു. പിന്നെ യവനിക, ചിത്രകല 2 പ്രസിദ്ധീകരണം കൂടി ഒരു പങ്കാളിയായിരുന്നു. അതും സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അതും നിർത്തിവെക്കേണ്ടി വന്നു. ശോഭന പരമേശ്വരൻ നായർ വഴിയാണ് കാര്യാട്ട് സിനിമയിലെത്തുന്നത്. തിരമാലയായിരുന്നു ചിത്രം. കാര്യാട്ടിൻ്റെ സിനിമാ പ്രവേശത്തിന് കാരണമായി എന്നത് മാത്രമാണ് PRS പിള്ളയുടെ തിരമാലയുടെ പ്രസക്തി. ചിത്രത്തിൻ്റെ സംവിധാന സഹായിയായിരുന്നു കാര്യാട്ട്. ക്ലാപ്പടിക്കലായിരുന്നു പ്രധാന ജോലി. ഐ ആം എ ക്ലാപ്പർ ബോയ് എന്ന അഭിമാനത്തോടെ കൂട്ടുകാരോട് പറയാറുണ്ടായിരുന്നു കാര്യാട്ട്. ഉറൂബ് എന്ന PC കുട്ടിക്കൃഷ്ണൻ്റെ രചനയിൽ P ഭാസ്കരനോടൊപ്പം സംവിധാനം ചെയ്ത നീലക്കുയിലായിരുന്നു കാര്യാട്ടിൻ്റെ ആദ്യ ചിത്രം. പ്രഗത്ഭനായ A വിൻസെൻ്റായിരുന്നു ക്യാമറാമാൻ. മലയാള സിനിമയ്ക്ക് ആദ്യത്തെ ദേശീയ അംഗീകാരം നേടിക്കൊടുത്ത ചിത്രമായിരുന്നു നീലക്കുയിൽ. കലയിലും ജീവിതത്തിലും രാമു കാര്യാട്ട് ഭാസ്കരൻ മാഷുമായി പുലർത്തിയിരുന്ന ആത്മബന്ധത്തെക്കുറിച്ച് പ്രസിദ്ധ മാധ്യമ പ്രവർത്തകനായ ശശികുമാർ ഓർമ്മിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ മാഷ് പറഞ്ഞതും അല്ലാതെയൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, നീലക്കുയിൽ 54 അത് ചെയ്തു. ചിലപ്പോൾ രാമു കാര്യാട്ടും മാഷും ഒരുമിച്ചാണത്. ഒരു കോ ഡയറക്ടറായിരുന്നു രാമു കാര്യാട്ട്. അത് തന്നെ വളരെ അപൂർവമാണ്. കാരണം ഇന്നും ഒരു അങ്ങനെ ഒരു സൗഹൃദം, ഒരുമിച്ച് ഒരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അപൂർവമാണെന്നുള്ളത് ഒരു പ്രത്യേക കാര്യം. മാഷ് പറഞ്ഞ 1-2 കാര്യങ്ങൾ. കാര്യാട്ട് അന്നും ഭയങ്കര ഓർഗനൈസേഷണൽ കപ്പാസിറ്റി ഉള്ളതാണ്. ഈ നീലക്കുയിൽ മാഷ് തന്നെ ഒരു അഭിനയിച്ചിട്ടുണ്ട്, പോസ്റ്റ്മാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് അഭിനയിക്കാൻ കാരണം അത് വേറൊരു കഥാപാത്രമാണ് ചെയ്യേണ്ടത്. അയാൾ ഷൂട്ടിംഗ് സമയത്ത് എത്തിയില്ല.
ആ അപ്പോൾ പെട്ടെന്ന് വരി കൂട്ടി പറയുകയാണ് മാഷോട് നിങ്ങളത് ചെയ്യൂ, അല്ലെങ്കിൽ നമുക്കത് സ്കെഡ്യൂളൊക്കെ മാറ്റിയാൽ അത് ശരിയാവില്ല. അപ്പോൾ അത് കാര്യമായിട്ടും നിർബന്ധിച്ചു. അങ്ങനെയാണ് മാഷ സമ്മതിക്കുന്നതെന്നാണ് അത് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്. പിന്നെ ഇവരുടെ ഈ സൗഹൃദം കൊണ്ട് പിന്നെ അന്നത്തെ ആ ഒരു തീം, ഒരു ദളിത് കുട്ടിയുടെ കാര്യം ഇന്ന് വളരെ പ്രസക്തിയുള്ളൊരു കാര്യമാണത്. 54 തന്നെ അത് ചെയ്തു. അത് വീണ്ടും ശരിക്കും നീലക്കുയിൽ പാട്ടു നിന്നാൽ വേറെ ആർക്കും ചെയ്യാവുന്നൊരു തീം പോലും ആണെന്ന് തോന്നുന്നു. അപ്പോൾ കാര്യമായിട്ടും അവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. രാമു അങ്ങനെ ചിലത് പറയും. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഓർമ്മ, ഞാൻ എൻ്റെ കല്യാണം റിസപ്ഷൻ മദ്രാസിൽ ആബട്സ്ബറിയിൽ കാര്യമായിട്ട് വരുന്നു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ചെവിയിൽ പറയുന്നു, ഈ അബദ്ധത്തിൽ ചാടണമായിരുന്നോ എന്ന്. കല്യാണം സ്വാഭാവികമാണ്. ഭാഷപുള്ളി വലിച്ചുകൊണ്ട് പോകുന്നു, വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ഇൻ സം വേസ്, ഐ തിങ്ക്. കാര്യാട്ടിൻ്റെ ആദ്യ സ്വതന്ത്ര സംവിധാന സംരംഭം KSK തളിക്കുളത്തിൻ്റെ മിന്നാമിനുങ്ങായിരുന്നു. ചില സാങ്കേതിക വൈകല്യങ്ങൾ കാരണം മിന്നാമിനുങ്ങിന് വേണ്ടത്ര പ്രദർശന വിജയം നേടാനായില്ല. മലയാള സിനിമ അവഗണിച്ച മച്ചാട്ട് വാസന്തി എന്ന ഗായിക മിന്നാമിനുങ്ങിൽ പാടിയ പാട്ട് ഇന്നും വേദനിപ്പിക്കുന്ന ഓർമ്മയായി അവശേഷിക്കുന്നു. അത്തിപ്പഴം തന്നിടാ, ഞാൻ പുതുവിത്തിൻ മണി തന്നിടാ, തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച, മൂത്തമ്മയായി പോയോ, നിന്റെ മുണ്ടാട്ടം മുട്ടിപ്പോയോ. പക്ഷെ ആ മിന്നാമിനുങ്ങ് പൊട്ടിയ വേറൊരു ഡയറക്ടറാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പിന്നെ പടം പറഞ്ഞിട്ടൊന്നുമില്ല. കാര്യാട്ട് പക്ഷേ മുടിയനായ പുത്രനിലൂടെ ശക്തമായി തിരിച്ചു വന്നു. തോപ്പിൽ ഭാസിയുടെ പ്രസിദ്ധ നാടകത്തെ അധികരിച്ച് നിർമ്മിച്ച മുടിയനായ പുത്രൻ പ്രസിഡന്റിൻ്റെ വെള്ളി മെഡൽ നേടുന്ന ആദ്യ മലയാള സിനിമയായി. ഞാൻ കള്ളേ കുടിക്കാറുള്ളൂ. അതിവിടെ ഇല്ലെന്നറിയാമല്ലോ. ഓ, ഇവിടെ യോഗ്യനും യോഗ്യതയും താമസിക്കുന്ന സ്ഥലമല്ലേ. ഈ രണ്ടിടങ്ങഴി ആദ്യമായിട്ട് ഒരു പ്രകൃഷ്ട സാഹിത്യകൃതി സിനിമയിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാമെങ്കിലും ശരിക്കത് സിനിമയോട് തന്നെ നീതി പുലർത്തിക്കൊണ്ട്, മൂലകൃതിയോട് നീതി പുലർത്തിയാൽ പോരല്ലോ, സിനിമയോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു ആവിഷ്കരണം എന്ന് പറയുന്നത് മുടിയനായ പുത്രനിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ തരത്തിൽ രാമു കാര്യാട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ നീലക്കുയിൽ വഴി മലയാളത്തിൽ ഒരു പരിവർത്തനത്തിന് നാന്ദി കുറിച്ചത്, അതുപോലെ തന്നെ മറ്റൊരു പരിവർത്തനത്തിൻ്റെ ശില്പിയായി മാറുകയാണ് ഈ മുടിയനായ പുത്രൻ എന്ന ചിത്രത്തിലൂടെ. SK പൊറ്റക്കാടിൻ്റെ നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായ മൂടുപടം ബാബുരാജിൻ്റെ സംഗീത സംവിധാനത്തിലൂടെയാണ് ഏറെ ശ്രദ്ധേയമായത്. സിനിമയ്ക്ക് പാട്ടെഴുതിയത് മൂടുപടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. തന്നെ മൂടുപടത്തിൽ തന്നെയാണ്. ആ മൂടുപടത്തിൻ്റെ സംഗീതം ചെയ്യുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ബാബുരാജാണ്. അപ്പോൾ ബാബുരാജ് ഇപ്പോൾ യൂസഫ് അലി കേശേരിയുമായിട്ട് അത്ര വ്യക്തിബന്ധം ഉണ്ടായിരുന്നില്ല അക്കാലത്ത്. രാമു കാര്യാട്ടിൻ്റെ നിർബന്ധമാണ്. പ്രശസ്ത കവി, അന്നേ പ്രശസ്ത കവിയാണ് യൂസഫ് അലി കേച്ചേരി. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കവിത തൻ്റെ ഈ സിനിമയിൽ വേണം. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, കവിത എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും പാട്ട്, അത് അദ്ദേഹത്തെ കൊണ്ട് ഞാൻ എഴുതിക്കുന്നു. ബാബു അതിനെ സംവിധാനം ചെയ്യുന്നു, ട്യൂൺ ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ഒരു നിമിഷത്തിൽ, ഭാഗ്യവശാൽ ആ നിമിഷത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് യൂസുഫ് അലി കേച്ചേരി വരുന്നു. കേച്ചേരിയെ കൊണ്ട് അന്ന് പാട്ട് എഴുതിക്കുന്നു. ഇപ്പോൾ കേച്ചേരിയോട് എങ്ങനെ വേണം, എന്ത് വേണം എന്നൊക്കെ ഉള്ളത് രാമു കാര്യാട്ട് വ്യക്തിപരമായിട്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. കേശേരി അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ പെട്ടെന്ന് കവിത എഴുതാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹം ഒരു കവിത എഴുതി തരുന്നു. ആ കവിത ബാബുക്കായെ കൊണ്ട് വായിപ്പിക്കുന്നു. അപ്പോൾ ബാബുക്കായ്ക്ക് ഒരു സംശയം. കാരണം ഇത് മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ, മാപ്പിളപ്പാട്ടിൻ്റെ മാപ്പിളപ്പാട്ട് വേണമെന്നല്ല, മാപ്പിളപ്പാട്ടിൻ്റെ ഒരു അനുരണനം ഈ വരിയിലുണ്ടാവണം എന്ന് കാര്യമായിട്ട് ആദ്യമേ പറഞ്ഞിരുന്നു. അത് മാപ്പിളപ്പാട്ടിൻ്റെ കമ്പി ഒപ്പിക്കുക, അങ്ങനെയുള്ള ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് മാപ്പിളപ്പാട്ടിന്. അപ്പോൾ ആ രീതിയിൽ ഇത് ഒതുങ്ങുമോ എന്നുള്ളതായിരുന്നു സംശയം
പക്ഷേ ബാബുവിന് അത് ചെയ്യാൻ പറ്റും. ബാബു എന്നാണ് ബാബുക്കെ അന്ന് കാര്യമായിട്ട് വിളിച്ചിരുന്നത്. ബാബുവിനത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആ വരി ഏൽപ്പിക്കുകയാണ്. ആ നിമിഷത്തിന് ഞാൻ ഇപ്പോഴും സാക്ഷിയാണ്. കാരണം ബാബുക്ക തൻ്റെ ഹാർമോണിയത്തിൽ ആ വരി, യൂസഫ് അലിയുടെ വരി വെച്ചിട്ട് ഹാർമോണിയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സ്വതസിദ്ധമായ കഴിവ് വെച്ച് ബാബുക്ക ആ വരികൾ വെച്ച് പാടുകയാണ്. പാടുമ്പോൾ അതുവരെ കേൾക്കാത്ത ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു അനുരണനം ആ വരികൾക്കുണ്ടാകുകയാണ്. അപ്പോൾ മാപ്പിളപ്പാട്ട് ചെറിയ 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 വാക്കുകളിലൂടെയാണ് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു തരം കമ്പി ചേർക്കുക എന്നെല്ലാം പറയുന്നത്. ഇതല്ലാതെ വളരെ നീണ്ട വരികളായിരുന്നു. മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന വമ്പത്തി എന്ന് പറഞ്ഞ ആ ഒരു രീതിയെ ബാബുക്ക തൻ്റേതായ വരികൾ സംഗീതത്തിൽ ആ വരികളെ അതിൽ ഒതുക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു ആഹ്ലാദത്തിൽ രാമു കാര്യാട്ട് എന്ന വലിയ മനുഷ്യൻ, വലിയ സംവിധായകൻ ആകെ കെട്ടിപ്പിടിച്ച് തളർന്ന അവശനായി കസേരയിലിരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. 1965 രാമു കാര്യാട്ട് ചെമ്മീൻ സിനിമയാക്കുന്നത്. തകഴിയുടെ വിശ്വപ്രസിദ്ധമായ നോവലിൻ്റെ ഈ അഭ്രാവിഷ്കാരത്തിൽ മലയാളത്തിന് അന്നേ വരെ അപരിചിതരായിരുന്ന മാർക്കസ് ബാറ്റ്ലി, സലീൽ ചൗധരി, ഋഷികേശ് മുഖർജി, മന്നാടെ തുടങ്ങിയ അതുല്യ പ്രതിഭകളെ അണിനിരത്താൻ രാമു കാര്യാട്ടിന് കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടുന്ന ചിത്രം ചെമ്മീനാണ്. കാര്യാട്ടിന് പക്ഷേ കൗമുദി ബാലകൃഷ്ണൻ എഴുതിയ അനുമോദന ലേഖനമായിരുന്നു സ്വർണ്ണ മെഡലിനേക്കാൾ പ്രിയങ്കരം. ചെമ്മീൻ സാമ്പത്തികമായും വൻ വിജയമായിരുന്നു. ഇന്ത്യയിലുടനീളം ചെമ്മീൻ പ്രദർശിപ്പിക്കുക ഉണ്ടായി. ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും പ്രശസ്തമായ ചലച്ചിത്രങ്ങളിലൊന്നായി തീർന്നു ചെമ്മീൻ. കാര്യാറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് ചെമ്മീൻ എന്ന പടമാണ്. ചെമ്മീൻ എന്നുള്ള പടം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച ഒരു പടമാണ്. കാരണം എവിടെ പോയാലും ഷീല സാധാരണ ഇപ്പോൾ വന്ന് ഇത് പറയില്ല, അടൂർ ബാസി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു നാട്ടിൻ്റെ പേര് പറയുന്ന പോലെയാണ് ചെമ്മീൻ ഷീല എന്ന് എന്നെ അറിയപ്പെടുന്നത്. എവിടെ പോയാലും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഷീല എന്ന് പറഞ്ഞവർക്ക് അറിയില്ല. കാരണം ഫിലിം ഇൻഡസ്ട്രി 2-3 ഷീലകളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ചെമ്മീൻ ഷീല എന്ന് പറഞ്ഞാൽ അത് ഞാനാണ്. ആ ചെമ്മീൻ എന്നുള്ള പടം എൻ്റെ ജീവിതത്തിലൊരു ഭയങ്കര വലിയൊരു നാഴികക്കല്ലായിരുന്നു. ആ പടത്തിൽ അഭിനയിക്കാൻ സാധിച്ചത് എൻ്റെ വലിയ ഭാഗ്യമാണ്. വള്ളത്തിലെ മീനെല്ലാം എനിക്കല്ലേ? മിണ്ടൂല്ലേ? ഞാൻ പോട്ടെ, വല്ലവരും കാണും. കറുത്തമ്മ, എന്നോട് ഇഷ്ടമാണോ? അതെ. എന്നോട് മാത്രം? അതെ. അതെന്തൊരു ജീവിതത്തിലൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒരു രാമു കാര്യാട്ട് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ സാധിച്ചത്. കാരണം അതിന് ശേഷമുള്ള പല കാര്യങ്ങളിലും, ഫോർ എക്സാമ്പിൾ അഭിനയം തുടങ്ങിയിട്ട് 55 വർഷമാണ്. അതെ, 55 വർഷത്തോളമാണ്. ഈ 55 വർഷമായിട്ട് 400 പടത്തിൽ കൂടുതൽ അഭിനയിച്ചെങ്കിലും എൻ്റെ അഡ്രസ്സ് പരീക്കുട്ടിയാണ്. എവിടെ പോയാലും ശരി പരീക്കുട്ടിയായിട്ടാണ് എന്നെ അറിയുന്നത്. ഈ പരീക്കുട്ടി ആക്കിയത് രാമു കാര്യാട്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള സുഖം എന്ന് വെച്ചാൽ വളരെ ഫ്രീ ആണ്. ഇപ്പോൾ ആരെടുത്തും ചെന്നിട്ട് അഭിനയിച്ച് കാണിക്കുകയൊന്നുമല്ല, കാര്യം പറഞ്ഞിട്ട് മനസ്സിലാക്കിച്ചിട്ട് അത് എടുക്കുക എന്നുള്ളതാണ്. അത് ഏതാണ്ട് മനസ്സിന് തൃപ്തിയാകുന്നവരെ വേണ്ടി വന്ന റീടേക്സ് എടുത്തുകൊണ്ടിരിക്കും. ബട്ട് സാറ്റിസ്ഫാക്ഷൻ വരുന്നവരെ അദ്ദേഹം എടുക്കും. പക്ഷെ ഒരിക്കലും ക്യാമറയുടെ പുറകെ നിന്നിട്ട് ശോഭിക്കുന്നതോ വികാരം പ്രകടിപ്പിക്കുന്നതോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. വളരെ കാം ആൻഡ് കമ്പോസ്ഡാണ്. അതാണ് അദ്ദേഹം ഒരു ഡയറക്ടർ എന്നുള്ളതിൽ കൂടുതലൊരു വലിയ ഓർഗനൈസറായിരുന്നു.
മധുവിന് 2 ദിവസത്തെ വർക്കുണ്ട്, അല്ലെങ്കിൽ സത്യന് 2 ദിവസത്തെ വർക്കുണ്ടെങ്കിൽ ആ 2 ദിവസം കറക്റ്റായിട്ട് മൂപ്പര് വരുത്തുകയും തീർക്കുകയും കൊടുക്കുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കഴിവ്. അതെങ്ങനെ എനിക്ക് മനസ്സിലാവില്ല. എത്ര പ്രോംപ്റ്റാണ്, ആരെത്ര പ്രയാസങ്ങൾ പറഞ്ഞാലും ശരി, മറ്റൊന്നും വയ്ക്കില്ല, അതൊക്കെ കൃത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വലിയൊരു ലാഭം ഉണ്ടാവുക നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ. പക്ഷേ കൂടുതലായിട്ട് പണം ചിലവഴിക്കേണ്ട കാര്യങ്ങൾക്ക് അത് ചിലവഴിക്കുകയും ചെയ്യും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയ ചെമ്മീനിൻ്റെ വർണ്ണാഭമായ വിജയത്തിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്കും താരപ്പൊലിമയിൽ നിന്ന് പുതുമുഖങ്ങളിലേക്കും പ്രകൃതിയുടെ അനന്ത വൈവിധ്യങ്ങളിൽ നിന്ന് തെരുവിലേക്കുമുള്ള ധീരമായ ഒരു ചുവടുമാറ്റമായിരുന്നു 7 രാത്രികൾ. മലയാള സിനിമയിലെ ശ്ലാഘനീയമായൊരു പരാജയമായിരുന്നു അത്. ചെറുപ്പം തൊട്ടേ കവിതയുമായുള്ള ആത്മബന്ധത്തിൻ്റെ സാക്ഷാത്കാരമെന്ന നിലയിലാണ് പെരുമ്പടവും ശ്രീധരൻ്റെ അഭയം എന്ന നോവലിൻ്റെ അഭ്രാവിഷ്കാരം കാര്യാട്ട് നിർവഹിച്ചത്. കുമാരനാശാൻ മുതൽ ശ്രീകുമാരൻ തമ്പി വരെയുള്ള മലയാളത്തിലെ പ്രകൃഷ്ട കവികളുടെ രചനകൾക്ക് ദൃശ്യപരമായ സാധ്യത ഒരുക്കുവാനാണ് അഭയത്തിലൂടെ കാര്യാട്ട് ശ്രമിച്ചത്. ആ പടം ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെയ്ക്കും. പക്ഷെ അങ്ങേര് അത്രത്തോളം നല്ലതുപോലെ ആ പടം എടുത്തു. ആ പടത്തിൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അഭയം എന്നുള്ള പടത്തിൻ്റെ പോസ്റ്റേഴ്സൊക്കെ എന്ത് ഭംഗിയുള്ള പോസ്റ്റേഴ്സാണ്. കാര്യാട്ടിൻ്റെ വീട് കലാകാരന്മാരുടെ, എഴുത്തുകാരുടെയും ഈ സിനിമാക്കാരുടെയും ഒരു താവളമാണ്. അപ്പോൾ അവിടെ വന്നു, അവിടെ ഒരിക്കൽ വയലാറും വന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ സിനിമയെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ നോവൽ എഴുതുന്നത് പോലെ അല്ലെങ്കിൽ സിനിമ കാണുന്നത് പോലെ നിങ്ങൾ അങ്ങോട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അതങ്ങനെ അതിൻ്റെ തീരുമാനമായി. അത് കഴിഞ്ഞപ്പോൾ കാര്യാട്ടിൻ്റെ തന്നെ ഒരു നിർദ്ദേശം മതി. ഇന്ന് വ്യത്യസ്തമായൊരു കാര്യം പറയാനാണ്. ഇതിനകത്ത് നമുക്ക് സാധാരണ സിനിമയിലുള്ളതുപോലെ പാട്ടുകൾ വേണ്ട. ഇതൊരു കവയത്രിയുടെ കഥയാണ്. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കവിതകൾ ഇതിനകത്ത് പാട്ടുകളായി ഉപയോഗിക്കുക. കേട്ടപ്പോൾ എനിക്കും വലിയ സന്തോഷം തോന്നി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം കവിതയാണ്. സ്വപ്നാക്രാന്തം കാന്തമാരബ്ധക്ലേശ രോമന്ധം മമ സ്വാന്തം ശ്രാന്തമംബരം. ജി ശങ്കരക്കുറുപ്പിൻ്റെ അതിമനോഹരമായ കവിത, കടിച്ചാൽ പൊട്ടാത്ത പദങ്ങൾ, അതിത്രയും മനോഹരമായിട്ട് വളരെ ലളിതമായി സുന്ദരമായ രീതിയിൽ ഈണം പകർന്നത് ദക്ഷിണാമൂർത്തി സ്വാമികളായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കവിത ഇത്രയും മനോഹരമായ ജനങ്ങൾക്ക് കേട്ട് ആസ്വദിക്കത്തക്ക രീതിയിലുള്ളൊരു ഈണത്തിൽ മെനഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ആരും ധരിച്ചതല്ല. അത്രയ്ക്ക് സുന്ദരമായിരുന്നു കവിത. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ. ഞാൻ അഭയത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ്. അതൊരു നിമിത്തം പോലെ സംഭവിച്ചതാണ്. ആദിവാസികളുടെ ജീവിതം പശ്ചാത്തലമാക്കിയ പി വത്സലയുടെ നെല്ല് ചലച്ചിത്രമാക്കിയപ്പോൾ പ്രകൃതിയിലേക്കും മനുഷ്യപ്രകൃതിയിലേക്കുമുള്ളൊരു തിരിച്ചുവരവാണ് യഥാർത്ഥത്തിൽ രാമു കാര്യാട്ട് നിറവേറ്റിയത്. നെല്ല് എന്ന ചിത്രത്തിൻ്റെ ജയാപജയങ്ങൾക്കുപരി ആ ചിത്രം സംഗതമാവുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിലൊരാളായ KG ജോർജ് നെല്ലിലൂടെയാണ് സിനിമയിലെത്തിച്ചേരുന്നത്. അല്ല, വാസ്തവത്തിൽ ആദ്യ കാലഘട്ടങ്ങൾ ഒരുമിച്ച് വഴക്കിയതില്ല. ഞങ്ങൾ പരിചയപ്പെട്ടങ്ങനെ അവരോടൊക്കെ കാര്യാട്ടിന് പരിചയക്കാരൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ തമ്മിലൊരു ഒരു വലിയ ബന്ധം സ്ഥാപനം സാധിച്ചിട്ടില്ല. അപ്പോൾ അത്ര വേണമുള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ
എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരാളാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അറിയപ്പെടാത്ത ഭൂഖണ്ഡങ്ങളിലേക്കും അജ്ഞാതമായ ജീവിത സന്ധികളിലേക്കുമുള്ള കാര്യാട്ടിൻ്റെ അദമ്യമായ ആത്മാന്വേഷണങ്ങളുടെ ഒരു സൂചകമായിട്ട് വേണം ദ്വീപ് എന്ന ചലച്ചിത്രത്തെ കാണാൻ. നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ, നീറുന്ന ചിന്തകളുണ്ടോ കടലേ. ശ്രീ രാമു കാര്യാട്ടിൻ്റെ ദ്വീപ് എന്ന സിനിമയുടെ ലൊക്കേഷൻ പ്രധാനമായിട്ടും ലക്ഷദ്വീപിലെ ഒന്നായ മിനിക്കോയ് ഐലൻഡിലായിരുന്നു. പക്ഷേ നാട്ടിൽ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് വയനാട്, തൃശ്ശൂർ, പിന്നെ തിരുവനന്തപുരം, മെർലാൻഡ് സ്റ്റുഡിയോ എന്നീ ഭാഗങ്ങളിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ കാണുന്ന ഈ പുഴയോരത്ത് ഞങ്ങൾ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ വള്ളത്തിൽ കൂടെ സഞ്ചരിച്ച് ഇവിടെ നാട് കാണുന്നതായിട്ടുള്ളൊരു പോർഷനാണ്. ഇത് തിരുവല്ലം ഭാഗത്തുള്ള ഒരു പുഴയാണ്. ലക്ഷദ്വീപിൽ ഇതുവരെ ആരും മലയാള സിനിമയിൽ ആരും അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ലക്ഷദ്വീപിലെ മിനിക്കോയ് ഐലൻഡിലാണ് ദ്വീപ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ആ കാലത്താണെങ്കിൽ ലക്ഷദ്വീപിൽ പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് പ്രത്യേക പെർമിറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേക പെർമിറ്റ് എടുത്തിട്ട് വേണം പോകാൻ. ഓരോരുത്തർക്കും ഫോട്ടോ സഹിതം ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് അങ്ങനെ പെർമിഷൻ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ ലക്ഷദ്വീപിലെ ഏറ്റവും ഒരു യുണീക്കായിട്ടുള്ളൊരു ദ്വീപാണ് മിനിക്കോയ് ഐലൻഡ്. കാരണം അവിടുത്തെ ആൾക്കാരുടെ വസ്ത്രധാരണമൊക്കെ വ്യത്യാസമാണ്. മറ്റേ ഐലൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അത് ഒരു ചെറിയ ഐലൻഡാണ്. ഒരു 8-9 കിലോമീറ്റർ നീളത്തിലും ഒരു 1-1.5 കിലോമീറ്റർ വീതിയുള്ള ഒരു ഐലൻഡാണ്. അവിടെ വാഹന സൗകര്യമൊന്നുമില്ല. കാരണം എല്ലാവരും സൈക്കിളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. ചെറിയ ഐലൻഡ് ആയതുകൊണ്ട് ഒരു പ്രത്യേക ഇതാണ്. പിന്നെ മാത്രമല്ല അവിടെ വീടുകൾക്ക് കതകില്ല, ഒരു കർട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം കഥ വെച്ച് പൂട്ടി പോകേണ്ട ആവശ്യമില്ല. കാരണം അവിടെ മോഷണം നടക്കാറില്ല. അങ്ങനെ ഒരിക്കലും മോഷ്ടിച്ചിട്ട് വേറെ സ്ഥലത്ത് പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് അവിടെ വീടുകളിൽ കഥവില്ല, കർട്ടൻ മാത്രമേ ഉള്ളൂ. സോ അദ്ദേഹമാണ് എൻ്റെ ഈ ട്രാക്ക് മാറ്റിയത്. ഫോട്ടോഗ്രാഫി നിനക്കത് വേണ്ട, നീ ആക്ടിങ്ങിലേക്ക് പോയാൽ മതി, ഈ കോഴ്സ് ചെയ്താൽ മതി. അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ മൂവി കോഴ്സ് തീരുന്നതിന്, ഡിപ്ലോമ കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ എന്നെ ലക്ഷദ്വീപിലേക്ക് ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞങ്ങളെല്ലാം യാത്ര തിരിച്ച ഒരു ഷിപ്പിലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സോ ഐ ഓ മൈ ലൈഫ് ടു ഹിം. ഐ എം ഒബ്ലൈസ്ഡ് ടു ഹിം. താങ്ക് ഗോഡ്. ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു ദീപസ്തംഭമാണ് രാമു കാര്യാട്ട്. അധികം സിനിമകളെടുത്തിട്ടൊന്നുമല്ല, പക്ഷെ സിനിമയോടുണ്ടായിരുന്ന സമീപനം, പിന്നെ ഒരു ഘട്ടത്തിൽ ചെമ്മീൻ്റെ ശേഷം ഈ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാള സിനിമ എന്ന് പറയുമ്പോൾ അറിയുന്നത് രാമു കാര്യാട്ടിനെ. ഇന്ത്യയുടെ മാത്രമല്ല പുറത്തും. ഈ കാലത്തെ പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തെ ഓർമ്മ ഉണ്ടാവില്ല. രാമു കാര്യാട്ടിനെ കുറിച്ച് അറിയില്ല. രാമു കാര്യാട്ട് മലയാള സിനിമൻ്റെ ഫസ്റ്റ് ഫിലിം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ്. രാമു കാര്യാട്ട് അല്ല, അങ്ങനെ കൂടുതൽ അറിയില്ല. രാമു കാര്യാട്ടിനെ കുറിച്ച് ഇല്ലല്ല. ഡയറക്ടറാണോ? ഇല്ലല്ല, അറിയില്ല. ഞാൻ രാമുമായിട്ട് വളരെ കാലത്തെ പരിചയമുണ്ട്. എന്നെക്കാളും മൂത്ത ആളാണ്. ഞാൻ രാമുവിന് വേണ്ടിയിട്ട് എഴുതിയിട്ടൊന്നുമില്ല സിനിമയ്ക്ക് വേണ്ടി. 1-2 തവണ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ സാഹിത്യത്തിൽ വലിയ താല്പര്യമായിരുന്നു. രാമുവിൻ്റെ ഒരു കണക്ക് കൂട്ടലുകൾ. നമ്മുടെ ഇവിടെ വാസു എത്ര പേര് സിനിമ കാണുന്നു, എത്ര ശതമാനം പേര്? വളരെ കുറച്ചേ ഉള്ളൂ. കൂടുതൽ പേരും കാണാത്തവരാണ്. ഈ കാണാതിരിക്കുന്ന ഒരു വലിയ പെർസെൻറ്റേജ് ഉണ്ട്, സിനിമ കാണില്ല. അവരെ കൂടി ഒന്ന് ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിനാണ് ഞാൻ കുറേ പബ്ലിസിറ്റിയും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഷൂട്ടിങ്ങിനെ പറ്റിയൊക്കെ വാർത്തകളൊക്കെ കൊടുക്കുന്നത്, അതിനാളുകളെ വെച്ചിട്ടുള്ളത്.
അപ്പോൾ ആലോചിച്ചപ്പോൾ ശരിയേ തോന്നിയില്ലേ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അന്ന് എത്ര ചെറിയ ശതമാനം ആളുകളെ വല്ല ദൂരെ സ്ഥലത്തൊക്കെ പോയി സിനിമ കാണുന്നത്, കാണാത്തവരാണ് കൂടുതൽ ശതമാനം. ആ കാണാത്ത ശതമാനത്തിന് ഒരു വിഭാഗത്തിനെ കിട്ടിയാൽ ഏത് സിനിമ ഇവിടെ ജയിക്കും എന്നൊക്കെ രാമുവിൻ്റെ ഒരു തിയറിയുണ്ട്. ഞങ്ങൾ പിന്നെ അടുത്തത് ഒരു 67 68 മറ്റായി ഒരു വേൾഡ് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. റഷ്യയാണ് അതിൻ്റെ സ്പോൺസർഷിപ്പ്. ഓരോ കൊല്ലം ഓരോ സ്ഥലത്ത് വെച്ചിട്ട് ഒരു കൊല്ലം അതുണ്ടായത് ഹെൽസിങ്കിയിൽ വെച്ചിട്ടാണ്. ആ ഹെൽസിങ്കിയിലെ യൂത്ത് ഫെസ്റ്റിവലിന് എന്തുകൊണ്ടോ അതിൽ പല വിഭാഗത്തിലുള്ള ആളുകളെ വിളിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എന്നെയും വിളിച്ചു, രാമു ഉണ്ടായിരുന്നു. അപ്പോൾ രാമു കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട് ഡൽഹിയിൽ വെച്ച മീറ്റിൽ നിന്ന് പിന്നെ യാത്ര മുഴുവൻ തിരിച്ചെത്തുന്നവരെ ഒരുമിച്ച് ഹെൽസിങ്കി ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഈസ്റ്റ് ജർമ്മനിയിലേക്ക് പോയി. അത് അവരുടെ ഇൻവിറ്റേഷൻ. ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീണ്ടും മോസ്കോയിൽ ഇറങ്ങി. അതൊക്കെ നല്ല അനുഭവങ്ങളായിരുന്നു. വെച്ചാൽ അന്ന് ഞാൻ മനസ്സിലാക്കി രാമുവിന് ഒന്നിനെപ്പറ്റി ഒരു ഭയമോ ആശങ്കയോ ഒന്നുമില്ല. തിരിച്ച് ഞങ്ങൾ ഈസ്റ്റ് ബെർലിനിൽ നിന്ന് മോസ്കോയിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ ആളില്ല, റഷ്യ വിട്ട് പോയിരിക്കുന്നു. പിന്നെ അവിടെ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ ഒരു വിസയൊന്നുമില്ല. സാറിലോട് അബദ്ധമാണ്. അവരഥവാ പിടിച്ചു കൊണ്ടുപോയിട്ട് ജയിലിടെ വെച്ചാൽ അതൊരു എക്സ്പീരിയൻസ് അല്ലേ, പോവാം. അപ്പോൾ വരുമ്പോൾ അവരുടെ ഭാഷയൊന്നും അറിയില്ല. രാമു അങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞതെന്താ വെച്ചാൽ രാമുവിന് എങ്ങനെ അറിയില്ല. പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഗഗാറിന് ഒരു സ്വീകരണമുണ്ട്. ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയ മനുഷ്യൻ യൂറി ഗഗാറിൻ. അത് മോസ്കോയിൽ വലിയൊരു സ്വീകരണമുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അത് കാണാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ വളരെ ആദരവോടുകൂടി കൊണ്ടുപോയി അവിടുത്തെ യൂത്ത് ഹോസ്റ്റലിൽ ഒക്കെ കൊണ്ടുപോയി താമസിപ്പിച്ച് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പിന്നെയും അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ തേടി പിടിച്ച് കണ്ട് 6-7 ദിവസം പിന്നെ അവിടെ നിന്നു. അപ്പോൾ ഇതിലൊന്നിലും ഒരു ഭയം, ഒരു വിഷമം ഒന്നും സാരമില്ല. നമ്മുടെ ആൾക്കാരല്ലേ. ചിലയിടത്ത് കാശ് കൊടുക്കാതെ പോകുന്നുണ്ട്, എന്തെങ്കിലും വാങ്ങി കുടിച്ചിട്ടൊക്കെ. ചില തള്ളാരൊക്കെയാണ് ഇതൊക്കെ അറിയുന്നത്. അവരുടെ രാമു വലിയ ശരി അവരുടെ തോളിലൊക്കെ കൈയിട്ട് ഈ ഹിന്ദി റൂസി ബായ് ബായ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടി അവർ ആഘാതം വിട്ടു നിന്നു. അങ്ങനത്തെ ഒരു ജീവിതത്തിനോടുള്ളൊരു സമീപനം എന്തിലും താല്പര്യമുണ്ട്. സിനിമ മാത്രമായിരുന്നാൽ സാഹിത്യത്തിൽ താല്പര്യം, രാഷ്ട്രീയത്തിൽ. ഞങ്ങൾ ആദ്യത്തെ ദിവസം ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് താഷ്കണ്ടിൽ ചെന്നിറങ്ങിയപ്പോൾ, താഷ്കണ്ടിൽ നിന്നാണ് പിന്നെ പോകുന്നത്. താഷ്കണ്ടിൽ നിന്ന് ആ പഴയ ചരിത്രത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഹോട്ടലിലൊരു ഇതിൽ എഴുതി വെച്ചുകൊണ്ട് താഷ്കണ്ടിൽ വലിയൊരു ഫുട്ബോൾ നടക്കുന്നുണ്ട്. അത് താഷ്കണ്ട് സ്റ്റേറ്റ് ടീമും മോസ്കോ ഡൈനാമോസും, റഷ്യയിലെ വലിയ ടീമുകളാണ്. ഇവിടെ പോയിട്ട് നമുക്ക് ഫുട്ബോൾ കാണാം. ഞാൻ പറഞ്ഞു വേറെ പഴയ ഫുട്ബോൾ കാണാം നമുക്ക്. അപ്പോൾ ആ ഹോട്ടലുകാരോടൊക്കെ പറഞ്ഞു ടിക്കറ്റ് അതിൻ്റെ അതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ച് അവരുടെ വാരത്തിൽ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ പോയി ഭയങ്കര 50,000-60,000 ആളിരുന്ന് കാണുന്ന കളിയാണ്. എനിക്കത്ര വലിയ കമ്പൊന്നുമില്ല ഫുട്ബോളിൽ, പക്ഷെ അതൊരു ഭയങ്കര കാഴ്ചയാണ്. അതായിരുന്നു രാമുവിൻ്റെ ഒരു സവിശേഷത. ജീവിതത്തിനോടൊരു വല്ലാത്തൊരു സമീപനമായിരുന്നു. പൈസ ഉണ്ടാക്കണമെന്നോ ഇനി ഇത്ര സിനിമ എടുക്കണമെന്നോ അതൊന്നും ഇപ്പോൾ പൈസ തീർന്നാലും വിഷമമില്ല. കയ്യിൽ പൈസ ഒന്നുമില്ലെങ്കിലും
വളരെ ഒരു ബൊഹീമിയൻ നിലയിൽ ജീവിക്കാൻ ഒരു വിഷമവുമില്ല. മദിരാശിയിൽ വാടക ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഒരു പൈസ ഉണ്ടാവില്ല. അപ്പോൾ ആ വഴിക്ക് വരുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ആളുകളോട് പറഞ്ഞിട്ട് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ഒരു പൈസയിലിടൂ എന്ന് പറഞ്ഞ് അതിലൊരു പരിഭ്രമമൊന്നും ഇല്ലാത്ത ഒരാൾ. ജീവിതത്തിൽ അസുഖം വന്നാലും ഇത് തന്നെയായിരുന്നു. അവസാന കാലത്ത് 2-3 തവണ അസുഖം വന്നു തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലൊക്കെ. അവിടുന്നാണ് ഒരിക്കൽ അവിടുന്ന് അവർ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പേ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ഒരു വല്ലാത്തൊരു ആളായിരുന്നു. പക്ഷേ വളരെയധികം സ്നേഹമുള്ള ഒരാളായിരുന്നു. കറിയാട്ട് വാസ് നോട്ട് ഓൺലി എ ഫിലിം മേക്കർ, ഹി വാസ് എ പ്രൊഡ്യൂസർ, ഹി വാസ് എൻ ഓർഗനൈസർ, ഒരു ഇംപ്രസാറിയോ ആയിരുന്നല്ലോ. നമുക്ക് ഒരു മലയാളം സിനിമയുടെ ഇംപ്രസാറിയോ എന്ന് പറയാവുന്ന ചെമ്മീനൊക്കെ കൊണ്ടുവരുന്ന അപ്പോൾ ആ ഒരു രീതി അന്ന് തന്നെ ഉണ്ടെന്ന് മാഷ് പറഞ്ഞിരുന്നു. ഹി വാസ് എ ഗ്രേറ്റ് ഒരു കയ്യിൽ ഒതുക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറായിരുന്നു. ഞങ്ങൾ അമ്മാവനാണെങ്കിൽ രാമുചേട്ടൻ എല്ലാവരും വിളിക്കുന്നത് കേട്ടിട്ട് നമ്മളെല്ലാവരും രാമുചേട്ടൻ വിളിക്കാറ്. അപ്പോൾ രാമുചേട്ടനെ പറ്റിയിട്ട് ഞങ്ങൾ കേട്ടറിവ് മാത്രമേ ഉള്ളൂ അന്നൊക്കെ. ഒരു അദൃശ്യനായ ഒരു വ്യക്തി എന്നുള്ളതാണ്. കാരണം എപ്പോഴെങ്കിലും കാണാൻ പറ്റാത്ത എന്തെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് ഇതേ രാമു വരുന്നുണ്ടെന്ന് കേൾക്കാം. അപ്പോൾ അത് അമ്മയെ കൂടെയാണ് പറയാം. നാളെ ഒരു പക്ഷേ രാമു വരണ്ടാവും, രാമചേട്ടൻ വരണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആരാണ് രാമു, സിനിമയിലുണ്ടെന്നല്ലാതെ നമുക്ക് ഏത് സിനിമ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലുണ്ടായിരുന്നല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യമായിട്ട് രാമു കാര്യായിട്ട് ആരാണ് എന്ന് എനിക്കൊരു ബോധമുണ്ടായത് ഈ ചെമ്മീൻ്റെ പാട്ട് കേട്ടപ്പോഴാണ്. ചെമ്മീൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാട്ടൊക്കെ റിലീസ് ചെയ്തു. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, അത് പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാട്ട് റിലീസ് ചെയ്തിട്ട് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്ക്, എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് രാമുകരായിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പിൻകാല ചരിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഈ പബ്ലിസിറ്റിയിൽ ഷോമാൻ എന്നൊക്കെ പറയുമല്ലോ, ഇപ്പോൾ രാജ് കപൂറൊക്കെ പോലെയുള്ള ഒരു ഷോമാൻ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഞാൻ ആൾക്കാരിൽ അവതരിപ്പിക്കും, അത് എങ്ങനെ അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് പാട്ട് കേട്ടിട്ട് പാട്ട് കേട്ട് ഭയങ്കര ഹിറ്റ് പാട്ടുകളാണ്. എവിടെ പോയി ഇപ്പോൾ ഏതെങ്കിലും കല്യാണത്തിന് പോയാലും കേൾക്കുന്നത് ഇത് തന്നെയാണ്, മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മളുടെ ആദ്യമായിട്ട് കിട്ടുന്നത്. അങ്ങനെ ആ സമയത്താണ് തൃശ്ശൂർ ടൗണിലാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്, അമ്മ അച്ഛൻ ഞങ്ങളുടെ കുടുംബം. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം മധുചേട്ടനും ഷീലേനെയും കൊണ്ട് വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വന്നു. അപ്പോഴാണ് നമ്മൾ ഇവരൊക്കെ കാണുന്നത്. രാമു കാര്യാട്ടനെ ശരിക്കും നമുക്ക് കൂടുതൽ അടുത്തറിയുന്നതും അടുത്ത് കാണുന്നതുമൊക്കെ ആ രൂപം നമ്മൾ ശരിക്കും ഉള്ളിലേക്ക് പിന്നെ ചെന്ന് ചേരുന്നതൊക്കെ ആ സമയത്തായിരുന്നു. പിന്നെ ഈ പടം റിലീസ് ചെയ്തു, ഭയങ്കരമായ സക്സസ്സായി. എന്നാലും അപ്പോഴും ഈ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അവിടെ പോയി ഇവിടെ പോയി. അല്ലെങ്കിൽ റഷ്യയിലാണ് കൂടുതൽ പോയിട്ടുണ്ടായിരുന്നത്. റഷ്യയിലാണ്, മോസ്കോയിലാണ്. ഏതെങ്കിലും ഫിലിം ഫെസ്റ്റിവലിനെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവും രാമു കാര്യാട്ട്. അങ്ങനത്തെ ഉള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അടുത്ത് കാണാൻ പറ്റാത്ത, അടുത്ത് പരിചയപ്പെടാൻ പറ്റാത്ത ഒരു വലിയൊരു ബന്ധുവായിരുന്നു രാമു കാര്യാട്ട് എന്നുള്ളത്. രാമുകാര്യന് ഞങ്ങൾ നാട്ടിലുള്ള ആ പരിചയമുണ്ട്, നേരിട്ടുള്ള ബന്ധമൊന്നും അങ്ങനെ വർത്തമാനം പറഞ്ഞുള്ള ബന്ധമൊന്നുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പിന് വീട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് അങ്ങനെ വോട്ട് ചോദിക്കുക, അങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞുള്ള അങ്ങനെയുള്ള അടുപ്പമുള്ളൂ. അകലെയല്ല, വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീട്ടിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നിട്ടുണ്ട്. പിന്നെ ആളെ കണ്ടിട്ടുള്ള നേരിട്ടുള്ള ഒന്നുമില്ല. ആളെ അറിയാമല്ല. സിനിമ ഞാൻ ചെമ്മീനൊക്കെ കണ്ടിട്ടുണ്ട്. രാമു കാര്യാട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1976 അപ്പം അന്ന് കബനി നദി ചുവന്നപ്പോൾ പി എ ബക്കറിൻ്റെ ആദ്യത്തെ സിനിമ ഒരു പ്രൈവറ്റ് ഷോ മദ്രാസിൽ വെച്ച് ഞങ്ങൾ നടത്തി. അതിൻ്റെ പിറ്റേന്ന് രാവിലെ കാര്യാട്ടൻ്റെ അഭിപ്രായം അറിയാനായി ഞാനും ബക്കറും പവിത്രനായിരുന്നു ആ പടത്തിൻ്റെ നിർമ്മാതാവ്. ഞാൻ ആ സിനിമയിലെ പ്രധാന നടനും അത്ര പ്രധാനിയല്ലാത്ത അസിസ്റ്റൻറ്റുമായിരുന്നു.
അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂട്ടിയിട്ട് ബക്കർജി കാര്യാട്ടിൻ്റെ വീട്ടിലേക്ക്, കാര്യാട്ട് അന്ന് മദ്രാസിലെ അശോക് നഗറിലൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അവിടേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ജോൺ അബ്രഹാം അവിടെ ഉണ്ടായിരുന്നു കാര്യാട്ടിൻ്റെ കൂടെ. അപ്പോൾ ബക്കർജി വാസ്തവത്തിൽ കാര്യാട്ടിൻ്റെ ആദ്യത്തെ സിനിമയായ നീലക്കുയിലിൻ്റെ പ്രൊഡക്ഷൻ ബോയ് ആയിരുന്നു. വളരെ കൗതുകകരമായ ഒരു ഫിലിം ഗ്രാഫാണ് ബക്കർജിയുടേത്. ബക്കർജി നീലക്കുയിലിൻ്റെ പ്രൊഡക്ഷൻ ബോയ്, മിന്നാമിനുങ്ങിൻ്റെ കാര്യാട്ടിൻ്റെ തന്നെ മിന്നാമിനുങ്ങിൻ്റെ പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ്, മുടിയനായ പുത്രൻ്റെ പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ്, ചെമ്മീനായപ്പോഴേക്കും ബക്കർജി പ്രൊഡക്ഷൻ മാനേജറായി. പിന്നീട് ബക്കർജി ഓളവും തീരത്തിൻ്റെയും അവൾ എന്ന സിനിമയുടെയും പ്രൊഡ്യൂസറായി, പിന്നീട് സംവിധായകനായി. അങ്ങനെ ഒരു പ്രത്യേക ഗ്രാഫ് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ബക്കർജി. അപ്പോൾ ബക്കർജിയുടെ ഏതാണ്ട് ഒരു എല്ലാ അർത്ഥത്തിലുമുള്ളൊരു ഗുരുവായിരുന്നു രാമു കാര്യാട്ട്. അപ്പോൾ കാര്യാട്ടിനെ തൻ്റെ ആദ്യത്തെ സിനിമ കാണിച്ചതിന് ശേഷം കാര്യാട്ടിൻ്റെ അഭിപ്രായം അറിയാനുള്ള ആകാംക്ഷയോടെയാണ് ഞങ്ങളെയും കൂട്ടി അന്ന് ബക്കർജി കാര്യാട്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ കാര്യാട്ട് ബക്കർജിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ കൈവച്ച് പറഞ്ഞത്, എടാ ബക്കറെ, ഒരു കാലത്തും എനിക്കിങ്ങനെ ഒരു സിനിമ കൺസീവ് ചെയ്യാൻ പോലും പറ്റില്ല എന്നാണ്. അപ്പോൾ ആ വലിയ മനുഷ്യൻ്റെ വലിയ മനസ്സ് ഞാൻ നേരിട്ട് അറിയുകയായിരുന്നു അപ്പോൾ. കാരണം തൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ബോയ് ആയിരുന്ന ഒരാളുടെ ആദ്യ സിനിമ തനിക്ക് കൺസീവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ വലുതാണ് എന്ന് സന്തോഷത്തോടെ സമ്മതിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അന്ന് ബക്കർജി കാര്യാട്ടിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ അടുത്ത് നിന്നിരുന്ന ഞാനും പവിത്രനും, അതിൻ്റെ നിർമ്മാതാവും അതിലെ പ്രധാന നടനും, ഞങ്ങൾ ഒരു വലയം തീർത്ത് അവർ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒരു കാര്യമില്ലാതെ ഞങ്ങളുടെ അടുത്ത് നിന്നിരുന്ന ജോൺ അബ്രഹാമും കരഞ്ഞു. പരമേശ്വരൻ നായരുടെ മകളുടെ കല്യാണത്തിനാണ് എൻ്റെ വീട്ടിൽ വരുന്നു. ശോഭന പരമേശ്വരൻ നായരുടെ കല്യാണത്തിന് പോകാനായിട്ട് അദ്ദേഹം അതിന് എന്തെല്ലാമൊക്കെ വേണമെന്നെല്ലാം പല ആളുകളെയും ഫോൺ ചെയ്ത് പറയുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിഷാരടിയും കണിയാപുരം രാമേന്ദ്രനും കൂടെ വരുന്നത്. വന്നു കഴിഞ്ഞ് ഇദ്ദേഹം പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു കുപ്പി മദ്യത്തിനകത്ത് മദ്യം കുറച്ച് കഴിച്ചപ്പോഴാണ് പിഷാരടിയും കണിയാപുരമൊക്കെ വരുന്നത്. അവരുമായിട്ടുമൊക്കെ ഈ സൽക്കാരവും ബഹളമൊക്കെ ആയിട്ടിരുന്ന് ശകലം കഴിഞ്ഞുടനെ ഹാർട്ടിന് തടസ്സമുണ്ടാകുന്നു. ഭാര്യ സതീദേവിയെയും 2 മക്കളെയും വിട്ടുപിരിഞ്ഞാണ് കാര്യാട്ട് യാത്രയായത്. മലയാള സിനിമയെ വിശ്വപ്രസിദ്ധമാക്കിയ മഹാനായ ഈ ചലച്ചിത്രകാരന് സാർത്ഥകമായ മലയാള സിനിമയുടെ പിതാവായ രാമു കാര്യാട്ടിന് സ്മാരകം തീർക്കാനായി കേരള സർക്കാർ 1986 നീക്കിവെച്ച സ്ഥലമാണിത്. പ്രകൃതിയുടെ ഉപാസകനായിരുന്ന കാര്യാട്ടിന് പ്രകൃതി തന്നെ സ്മാരകം എന്ന് നമ്മുടെ സർക്കാരുകൾ തീരുമാനിക്കുകയായിരുന്നു.